ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മളിപ്പോൾ കേൾക്കുകയുണ്ടായി, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് മുമ്പായിട്ട് ഏലിയാവിൻ്റെ ആത്മാവോടുകൂടി കർത്താവിന് വേണ്ടിയിട്ട് രണ്ടാമത്തെ വരവിന് വഴിയൊരുക്കുവാൻ ഉള്ള ശുശ്രൂഷ ചെയ്യേണ്ടത് സഭയാണെന്നുള്ളത്. അത് നാളുകൾക്ക് മുമ്പ് ഞാൻ ഈ സഭയിൽ വരുമ്പോൾ തന്നെ കേൾക്കുന്ന ഒരു കാര്യമായിരുന്നു. അന്നൊക്കെ സ്ഥിരമായിട്ട് കേൾക്കുന്നൊരു വാക്യമുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, കർത്താവിന് വേണ്ടി ഒരുക്കപ്പെട്ട ഒരു ജനത്തെ സജ്ജമാക്കുന്നതിന് അവൻ ഏലിയാവിൻ്റെ ആത്മാവിലും ശക്തിയിലും കർത്താവിന് മുമ്പായി പോകും. അത് യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് പറയുന്നതായിരുന്നുവെങ്കിലും നമ്മൾ സഭയിൽ എപ്പോഴും പറയും അത് സഭയിൽ നടക്കുന്ന ഒരു ശുശ്രൂഷ അതുതന്നെയാണ്. ഒരുക്കമുള്ള ഒരു ജനത്തെ ഒരുക്കുന്ന ശുശ്രൂഷ, ഒരുക്കമുള്ള ഒരു ജനത്തെ ഒരുക്കുന്ന ശുശ്രൂഷ, അതാണ് നമ്മൾ തുടർച്ചയായ സഭയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കോൺഫറൻസിലൊക്കെ നടക്കുന്നത് അതുതന്നെയാണ്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ മടങ്ങി വരവിനായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടമാണ് നമ്മളെന്ന് നമ്മൾ വിശ്വസിക്കുന്നു, അങ്ങനെ അഭിമാനിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു കൂട്ടത്തിൻ്റെ ഒരു പ്രത്യേകത, കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുന്നവരുടെ പ്രത്യേകത, അവർക്കൊരു പ്രത്യാശയുണ്ട്, അവർക്കൊരു കാത്തിരിപ്പുണ്ട്. ആ കാത്തിരിപ്പിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങിയിരിക്കുന്നവർക്ക് എപ്പോഴും ഒരു കാത്തിരിപ്പ്, അങ്ങനെ കാത്തിരിക്കുന്നവർക്ക് ഒരു പ്രത്യാശയുണ്ട്. പ്രത്യാശ എന്ന് പറയുമ്പോൾ അവർക്കൊരു പ്രതീക്ഷയുണ്ട്, ആഗ്രഹത്തോടുകൂടിയുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അതാണ് പ്രത്യാശ. അതെന്താണ്? കർത്താവ് വരുമ്പോൾ, കർത്താവ് വരുന്നു. ഇന്നലെ നമ്മൾ കേട്ടു, കർത്താവ് വരുന്നു, കർത്താവിനെ ഞാൻ കാണും എന്നുള്ള പ്രതീക്ഷയുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൊണ്ടുണ്ട്, കർത്താവിനെ പോലെ ഞാൻ ആയിത്തീരും. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യാശയുണ്ട്. അത് നമ്മൾ ഇന്നലെ യോഹന്നാൻ്റെ അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് വായിച്ചു. പൗലോസ് അപ്പോസ്തലനുണ്ടായിരുന്ന ഒരു പ്രത്യാശ, അതെന്തായിരുന്നു? ഒരു പുനരുത്ഥാനമുണ്ട് എന്നുള്ളൊരു പ്രത്യാശ, ഒന്നാം പുനരുത്ഥാനത്തിൻ്റെ പങ്കാളിത്തം എനിക്കുണ്ട് എന്നുള്ളൊരു പ്രത്യാശ. അപ്പോൾ അവിടെ എല്ലാം കണ്ടൊരു കാര്യമുണ്ട്. പ്രത്യാശ ഉള്ളതിനോടൊപ്പം തന്നെ ആ പ്രത്യാശയുള്ള ആ ജനത്തിൻ്റെ ഒരു പ്രത്യേകത, അതിൻ്റെ കൂടെ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, അവർക്ക് അവിടെ ഒരു ശുദ്ധീകരണത്തിൻ്റെ പ്രവൃത്തിയും നടക്കുന്നു എന്നുള്ളത്, ശുദ്ധീകരണവും കൂടെ നടക്കുന്നുവെന്ന്. അതുപോലെ തന്നെ ഒരു പ്രത്യാശ നമ്മൾ വായിക്കട്ടെ, പത്രോസിൻ്റെ ലേഖനത്തിൽ. നമ്മൾ ഈ കഴിഞ്ഞ നാളുകളിലെല്ലാം എൻ്റെ ഹൃദയത്തിൽ ഈ ഒരു ചിന്ത എപ്പോഴും ഉണ്ടായിരുന്നു. കാര്യം നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ചുറ്റിനും നടക്കുന്ന പല സംഭവങ്ങളും, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പുരോഗതി, അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ പുരോഗതി, ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ നമുക്ക് തോന്നും, എങ്ങനെയാണ് ഇതിനോടുള്ള നമ്മുടെ പ്രതികരണം എന്താണ്? വളരെ വേഗം എല്ലാ കാര്യങ്ങളും പുരോഗമിക്കുമ്പോൾ അവിടെ വിശ്വാസികളായ നമ്മളുടെ നിൽപ്പ് എങ്ങനെയാണെന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ചോദ്യം എപ്പോഴും ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അന്നേരം എൻ്റെ ഉള്ളിലേക്ക് വന്നൊരു വാക്യമാണ് പത്രോസിൻ്റെ ലേഖനത്തിലെ ആ വാക്യം. പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഇതെല്ലാം നശിച്ചു പോകാൻ പോകുന്നതാണ്. മലാക്കിയുടെ പുസ്തകത്തിലും ആ കാര്യമുണ്ട്, ഇതെല്ലാം നശിച്ചു പോകാൻ പോകുന്നു, ഇതെല്ലാം തീക്കായിട്ട് വെച്ചിരിക്കുന്നതാണ്, ഇതെല്ലാം തീരാൻ പോകുന്നു, ഇതെല്ലാം ഒരിക്കലും അവസാനിക്കാൻ പോകുന്നു. അങ്ങനെ ആയിരിക്കാൻ തന്നെ അവിടെ വിശ്വാസികളായ നമുക്കുള്ള ഒരു പ്രത്യാശ അവിടെ ഉണ്ട്. അവിടെ അതിൻ്റെ താഴെ പറയുന്നുണ്ട്, 2 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ, ഇതെല്ലാം നശിച്ചു പോകുന്നു എങ്കിലും നമുക്കൊരു പ്രത്യാശയുണ്ട്. എന്താണ്? നാമോ അവിടുത്തെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും വേണ്ടി കാത്തിരിക്കുന്നു. അങ്ങനെ കാത്തിരിക്കുന്നവരാണ് നമ്മൾ. എന്നിട്ട് അവിടെയും വീണ്ടും ഈ പറഞ്ഞ പോലെ എന്താണ്, നേരത്തെ 2 പ്രത്യാശയുടെ കൂട്ടത്തിൽ ശുദ്ധീകരണം ഉണ്ടെന്ന് പറഞ്ഞു, ഇവിടെയും അത് തന്നെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ പ്രത്യാശ ഉള്ളത് കൊണ്ട്, അതുകൊണ്ട് എന്ന് 14-ാം വാക്യത്തിൽ പറയുന്നു, പ്രിയരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കുന്നുണ്ട്, അവിടെ നിങ്ങളെ സമാധാനത്തോടെ കറയും കളങ്കവും ഇല്ലാത്തവരായി കാണുവാൻ ഉത്സാഹിപ്പീൻ. കറയും കളങ്കവും ഇല്ലാത്തവരായി കാണാൻ ഉത്സാഹിപ്പീൻ. നമുക്കറിയാം നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, കർത്താവ് വരുമ്പോൾ കർത്താവ് തൻ്റെ കൂടെ ചേർക്കാൻ പോകുന്നത് ആരെയാണ്? എല്ലാവരെയും സഭയാണെന്ന് പറയും. സഭ ആരായിട്ടാണ് കാണുന്നത്? തൻ്റെ മണവാട്ടി, കാന്തയായ സഭയെ, കാന്തയെ തൻ്റെ കൂടെ ചേർക്കാൻ പോകുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. കാന്തയുടെ പ്രത്യേകത എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഒരു കറയും ഒരു ചുളുക്കവുമില്ലാത്ത ശുദ്ധയും നിഷ്കളങ്കയുമായ കാന്ത. അപ്പോൾ അവിടെ നമ്മൾ ഓർക്കണം, ഒരു സ്പോട്ട്, ഒരു ചെറിയ കളങ്കം, ഒരു ചെറിയ കുഴപ്പമുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്വാളിഫൈഡ് ആയി പോകും, നമ്മൾ അയോഗ്യരായി പോകും. കർത്താവ് വരും, കർത്താവ് തൻ്റെ സഭയെ എടുക്കും. ആ കൂട്ടത്തിൽ നമ്മളുണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ ഉറപ്പാക്കേണ്ടത്. പ്രിയമുള്ളവരെ, പണ്ട് ഒരു തമാശ പറഞ്ഞത് ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട്. ഏതോ ഒരു സഭയിൽ, ഒരു സഭായോഗത്തിൽ അവിടുത്തെ സഭാ നടത്തിപ്പുകാരൻ പറഞ്ഞു, ഇപ്പം നമ്മുടെ പേരിട്ട് പറയാം, നമ്മളിങ്ങനെ പറയാം, കർത്താവ് വന്നു, കർത്താവ് തൻ്റെ സഭയെ എടുത്തു, CFC സഭ വീണ്ടും കോൺഫറൻസുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും തമാശ ഉണ്ടോ അതിനകത്ത്? എന്തെങ്കിലും ഒരു ഇതുണ്ടോ അതിനകത്ത്? കർത്താവ് വന്നു, കർത്താവ് തൻ്റെ സഭയെ എടുത്തു, CFC സഭയ്ക്ക് വീണ്ടും കോൺഫറൻസുകൾ നടക്കുന്നു എന്ന് പറഞ്ഞാൽ
കർത്താവ് വന്നു, സഭ എടുത്തു, നമ്മളാരും അതിൻ്റെ കൂടെ ഇല്ല എന്നുള്ളതല്ലേ. അങ്ങനെ അതൊരു തമാശയായിട്ട് ആരോ ഏതൊരു സഭയിൽ ഇങ്ങനെ പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? കർത്താവ് വരും, കർത്താവ് തൻ്റെ സഭയെടുക്കും. കർത്താവ് സഭയെടുക്കുമെന്ന് പറയുമ്പോൾ അത് ശുദ്ധയും നിഷ്കളങ്കയുമായ ഒരു കറിയും ഒരു ചുളുക്കവുമില്ലാത്ത തൻ്റെ കാന്തയാകുന്ന സഭയെ കർത്താവ് തൻ്റെ കൂടെ എടുക്കും. അതിൻ്റെ അതിൽ നമ്മളുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഉറപ്പാക്കേണ്ടത്. അതിനെ പ്രിയമുള്ളവരെ, നമ്മളെ തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾക്ക് ആഴത്തിലുള്ള പരിശോധന ആവശ്യമുണ്ട്. ഈ ഒരു കാര്യത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മൾക്ക് ഇന്ന് രാവിലെ സാക്ക് പറഞ്ഞൊരു വാചകമുണ്ട്, ഞാനത് അണ്ടർലൈൻ ചെയ്ത് വെച്ചു. എന്താണ്? ഏറ്റവും വലിയ അപകടം, സഭയിലെ ഏറ്റവും വലിയ അപകടം മറഞ്ഞു കിടക്കുന്ന രഹസ്യ പാപങ്ങളാണ്. മറഞ്ഞു കിടക്കുന്ന രഹസ്യ പാപങ്ങളാണ് ഏറ്റവും വലിയ അപകടം. പ്രിയമുള്ളവരെ, നമ്മൾ പ്രകടമായ പാപങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. നമുക്കറിയാം, നമ്മൾ എപ്പോഴും വായിക്കുന്ന ഒരു വാക്യമുണ്ട്, മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം. നമ്മളെ അശുദ്ധരാക്കുന്നത് എവിടെ നിന്നാണ് വരുന്നതെന്ന് പറയുന്ന മർക്കോസിൻ്റെ സുവിശേഷത്തിലെ വാക്യം നമുക്കെല്ലാവർക്കും അറിയാം. അത് ഉള്ളിൽ നിന്നാണ് വരുന്നതെന്ന് പറയുന്നത്. പക്ഷേ അവിടെ പറയുമ്പോൾ അവിടെ ആ വാക്യം ഒന്ന് വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 20 വാക്യത്തിലാണ്, മനുഷ്യൻ അകത്തു നിന്ന് പുറപ്പെടുന്നതാണ് അവനെ അശുദ്ധനാക്കുന്നത്. ദുഷ്ടവിചാരങ്ങൾ, വ്യഭിചാരങ്ങൾ, മോഷണം, കൊലപാതകം, പരസംഗം, അത്യാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, ഈർഷ്യ, ദൂഷണം, അഹങ്കാരം, മൂഢത, അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. അവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് ദുഷ്ടവിചാരങ്ങൾ. ഇപ്പോൾ ജോസഫ് ബ്രദർ പറഞ്ഞപ്പോൾ പറഞ്ഞു, ചിന്തയിലാണ് നമ്മുടെ പാവങ്ങളിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ഞാൻ വളരെ കൂടുതൽ ചിന്തിച്ചൊരു കാര്യവും അതുതന്നെയായിരുന്നു. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതലാണ് നമ്മളുടെ ഉള്ളിൽ വരുന്ന ചിന്തയിലെ പാപങ്ങൾ. നമുക്ക് ഈ പറഞ്ഞ പോലെയുള്ള പാപങ്ങൾ, അതായത് ലൈംഗികമായ ദുർമോഹങ്ങൾ, അല്ലെങ്കിൽ അശ്ലീല ചിന്തകൾ, അല്ലെങ്കിൽ വളരെ മോശപ്പെട്ട ചിന്തകൾ, അല്ലെങ്കിൽ ദുഷ്ടചിന്തകൾ, ഇതൊക്കെ നമുക്ക് വേഗം മനസ്സിലാകും. നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും, നമുക്കത് പെട്ടെന്ന് തന്നെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാനും പറ്റും. പക്ഷേ ഈ ദുഷ്ടവിചാരങ്ങളെന്ന് പറയുന്നതിനകത്ത് മറഞ്ഞു കിടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ പെട്ടെന്ന് പ്രകടമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ചില ദുഷ്ടവിചാരങ്ങൾ നമുക്ക് അത് മനസ്സിലായിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ഇന്ന് രാവിലെ നമ്മൾ 2 കാര്യങ്ങൾ പറയുന്നത് കേട്ടായിരുന്നു. നമ്മൾ മറന്നു കിടക്കുന്ന 2 ദുഷ്ടചിന്തകൾ. അതിൻ്റെ ദുഷ്ടചിന്തയെന്ന് തന്നെ വിളിക്കണം, അല്ലെങ്കിൽ ദുഷ്ചിന്ത എന്ന് തന്നെ വിളിക്കണം. അതിലൊന്നേതായിരുന്നു? വളരെ വിശദമായിട്ട് തന്നെ ബ്രദർ പറഞ്ഞു, ആകുല ചിന്ത. ആകുല ചിന്തയെ വ്യഭിചാരം പോലെ, ഒരു കൊലപാതകം പോലെ നമ്മൾ കാണാറുണ്ടോ? ഇല്ല. പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിലിങ്ങനെ പലതരത്തിലുള്ള ആകുല ചിന്തയിൽ നമ്മൾ വ്യാപൃതരായിട്ട് ഒരു പ്രയാസവും ഇല്ലാതെ ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ ഒരു പ്രശ്നമേ ഉള്ളവരായിട്ട് ഇരിക്കുന്നില്ല. പക്ഷേ ആകുല ചിന്ത അതൊരു പാപമാണ്. ആവർത്തിച്ചാവർത്തി ദൈവം പറയുന്നു, ആകുല ചിന്ത പാപമാണ്. അതിനെ നമ്മളൊരു പാപമായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം ഇന്ന് രാവിലെ നമ്മൾ കേട്ടു. എന്തായിരുന്നു? മുഖപക്ഷം. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചില താല്പര്യങ്ങൾ, ചിലരോട് ഒരു പ്രത്യേക താല്പര്യം തോന്നുന്നു, അതൊരു ദുഷ്ചിന്തയാണ്. അങ്ങനെ ചിന്ത വന്നാൽ അതേപോലെ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരാത്ത, നമ്മൾ ശ്രദ്ധിക്കാത്ത 1-2 കാര്യങ്ങളൂടെ ഓർമ്മിപ്പിക്കാനായിട്ട് സൗരന്മാരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഞാൻ വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിൽ കണ്ട ചില കാര്യങ്ങളാണ്. അതിലൊന്ന്, നമുക്കതിനെ സ്വയം തോന്നും, നമ്മൾ കൊള്ളാവുന്നവരാണ്, അല്ലെങ്കിൽ ഓക്കെ, ഞാൻ കുറച്ചുകൂടെ ജ്ഞാനിയാണ്, അല്ലെങ്കിൽ ജ്ഞാനിയാണെന്നുള്ളത് നമ്മൾ ഭാവിക്കത്തില്ലായിരിക്കും. പക്ഷെ നമ്മൾ ചില കാര്യങ്ങളില്ല, നമ്മളങ്ങനെ മനസ്സിലങ്ങ് ചിന്തിക്കുകയാണ്. അതായത്, ഈ പുള്ളിയോട് പറഞ്ഞാൽ അത്ര ശരിയാകത്തില്ല, അല്ലെങ്കിൽ ഈ പുള്ളിയെ കൊണ്ടത് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ ചെയ്താലേ ശരിയാവുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ഈ പുള്ളിക്ക് അതിനുള്ള ഒരു പ്രാപ്തിയില്ല എന്ന് നമ്മളങ്ങ് സ്വയം ചിന്തിക്കുന്നു. വാസ്തവത്തിൽ അത് ആകണമെന്നില്ല, നമ്മൾ അതിനുള്ള ഇതെടുക്കുന്നില്ല. അത് ദൈവാത്മാവ് എന്നോട് സംസാരിച്ച് അതൊരു ദുഷ്ചിന്തയായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മൾക്ക് അറിയാൻ മേലാത്തൊരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ സ്വയം അവിടെ അത് പറയുമ്പോൾ നമ്മൾ പ്രകടിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ വാഗോണ്ട് പറയുന്നില്ലെങ്കിലും നമ്മൾ സ്വയം ഞാനൊരു ജ്ഞാനിയാണെന്ന് പറയുന്ന ഒരു കാര്യമാണ്. അയാൾക്ക് എന്നെ അത്രയും കഴിവില്ല എന്ന് പറയുമ്പോൾ നമ്മൾ സ്വയം ഒരു ജ്ഞാനിയാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. നമ്മൾ ഒരു മുന്നറിയിപ്പ് അവിടെ ഉണ്ട്, നമ്മളവിടെ വായിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ ഒരു മുന്നറിയിപ്പ് നമ്മൾ വായിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 3-ാം അധ്യായം അതിൻ്റെ 18, 3-ാം അധ്യായം അതിൻ്റെ 18 മുതലുള്ള വാക്യത്തിൽ, 18, 19, 20, ആരെങ്കിലും സ്വയം ജ്ഞാനി എന്ന് ചിന്തിക്കുന്ന പക്ഷം അയാൾ ജ്ഞാനിയായി തീരേണ്ടത് മോശനാകണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ 20-ാം വാക്യത്തിൽ കർത്താവ് ജ്ഞാനികളുടെ ചിന്തയെ വ്യർത്ഥമെന്നറിയുന്നു. അപ്പോൾ ഒരാൾ ജ്ഞാനിയെന്ന് വിചാരിക്കുന്നത് അതൊരു മണ്ടത്തരമാണെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, സ്വയം ജ്ഞാനിയെന്ന് കരുതുന്നത്. അതുപോലെ തന്നെ വേറൊരു ദുഷ്ചിന്ത നമുക്ക് വരാവുന്ന ഒരു കാര്യം, നമ്മൾ പലപ്പോഴും പല സാഹചര്യങ്ങളെ അല്ലെങ്കിൽ വ്യക്തികളെ നോക്കിയിട്ട് നമ്മുടെ മനസ്സിലൊരു ഒപ്പീനിയൻ അങ്ങ് ഉണ്ടാകുകയാണ്, ഒരു അഭിപ്രായം നമ്മൾ രൂപീകരിക്കുകയാണ്. കാര്യങ്ങളൊന്നും വളരെ വ്യക്തമൊന്നുമല്ല, ഒന്നും ക്ലിയർ ഒന്നുമല്ല, പക്ഷേ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തു, അതങ്ങനെയാണ്, അല്ലെങ്കിൽ
ആ വ്യക്തി അങ്ങനെയാണ്, അയാൾ അങ്ങനെയാണ്, അല്ലെങ്കിൽ ആ സാഹചര്യം അങ്ങനെയാണ് എന്ന് നമുക്കൊരു ധാരണ നമ്മുടെ മനസ്സിലങ്ങ് നമ്മളങ്ങ് വെറുതെ അങ്ങ് ഉറപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, വാസ്തവത്തിൽ അത് വചനത്തിന് വിരുദ്ധമാണ്. നമ്മുടെ ഒരു വിധി പ്രസ്താവിക്കുകയാണ്. നമ്മൾ സ്വയം ഒരു ജഡ്ജ്മെൻറ്റിലാകുകയാണ്. ആളുകളെ കാണുന്നതിന് മുമ്പേ, കേൾക്കുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടോ നമ്മളൊരു അഭിപ്രായം അങ്ങ് തീരുമാനിക്കുന്നു. ഇതൊരു ഇത് മനസ്സിൽ വരുന്നതാണ്, ചിന്താമണ്ഡലത്തിൽ വരുന്ന. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നത് ദുഷ്ചിന്ത എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അശ്ലീല ചിന്തയും അല്ലെങ്കിൽ ഒരാളോടുള്ള ദേഷ്യത്തൊന്നും ഒക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, അത് നമ്മൾ മാനസാന്തരപ്പെടും. പക്ഷേ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ, ഒരാളെക്കുറിച്ചുള്ള ഒരു ഒപ്പീനിയൻ ഉണ്ടാക്കി വെച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ പെരുമാറുന്ന അത്തരത്തിലുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലിങ്ങനെ വന്ന് അതിങ്ങനെ വർദ്ധിച്ചു വരുന്നത് അതൊരു പാപമാണ്. അതിനെ നമ്മൾ ദുഷ്ചിന്ത എന്ന് തന്നെ വിളിക്കണം. അതിനെ ഒരു പാപം എന്ന് തന്നെ വിളിച്ച് മാനസാന്തരപ്പെടണം. അതൊരു ദുഷ്ചിന്തയായിട്ട് തന്നെ കാണണം. അങ്ങനെ കാണുന്നുണ്ടോ? അതാണ് നമ്മൾ നോക്കേണ്ടത്. അത് വാസ്തവത്തിൽ എന്താണ് ദൈവവചനം എന്താ പറയുന്നത്? ദൈവവചനം പറയുന്നത് എന്താണ്? ദൈവവചനം യെശയ്യാപ്രവചനത്തിൽ യേശുവിൻ്റെ ആത്മാവിനെക്കുറിച്ച് പറയുമ്പോൾ, യേശുവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന കാര്യം, നമ്മളത് വിധിക്കരുത് എന്നുള്ള ഒരു ബന്ധത്തിൽ നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ പലപ്പോഴും അത് വായിക്കാറുണ്ട്. വിധിക്കരുത് എന്നുള്ള ഒരു കൽപ്പന യെശയ്യാവ് 11 ആ വാക്യം എല്ലാവർക്കും അറിയാം. എല്ലാവരോടും ഇപ്പം വചനം ചോദിച്ചാൽ ഇപ്പോൾ എല്ലാവർക്കും അതറിയാം. എന്താണ് യെശയ്യാപ്രവചനത്തിലെ ആ വാക്യം? കണ്ണ് കാണുന്നതിന്, യെശയ്യാവ് 11 3 വാക്യമാണ്, തൻ്റെ കണ്ണ് കാണുന്നതിനെ ആധാരമാക്കി വിധിക്കുകയില്ല, തൻ്റെ ചെവി കേൾക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം ചെയ്യുകയുമില്ല. തൻ്റെ ചെവി കേൾക്കുന്നതിനനുസരിച്ചോ കണ്ണ് കാണുന്നതിൻ്റെ അനുസരിച്ചോ ഒരു തീരുമാനം എടുക്കുകയില്ല. ഇതാണ് ദൈവവചനം പറയുന്നത്. അതാണ് യേശുവിൻ്റെ സ്വഭാവം. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ സ്വഭാവത്തിന് വിരുദ്ധമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഏതൊരു ആലോചനയും ചിന്തയും വിചാരവും, ഏതൊരു ആലോചനയും വിചാരവും അത് പാപമാണ്. ദൈവികമല്ലാത്തതെല്ലാം പാപമാണ്. അതിനെ ദുഷ്ചിന്ത എന്ന് തന്നെ വിളിക്കണം. ആ ഗൗരവം നമുക്കുണ്ടാകണമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഇതാണ് ശുദ്ധീകരണം. ഇങ്ങനെ ഒരു കറയും ഒരു ചുളുക്കമില്ലാത്തവരായിരിക്കണം എന്നുള്ളതാണ്. വീണ്ടും മറ്റൊരു കാര്യം പറയട്ടെ. നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിന്തയാണ്. ഇത് എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിച്ചിട്ടുള്ളതാണ്. പണ്ട് ഈ അടുത്ത കുറച്ച് നാളുകൾക്ക് മുമ്പ് ദൈവം എന്നോട് വളരെ ശക്തമായ ഭാഷയിൽ സംസാരിച്ചത് ഒരു പാപമാണെന്ന് മനസ്സിലാക്കി തന്നൊരു കാര്യം. അതായത് ഈ സാഹചര്യങ്ങൾ നമുക്ക് തന്നെ തോന്നും, ഇതിങ്ങനെ അല്ലായിരുന്നെങ്കിൽ. നമ്മുടെ ഒരു ചിന്തയിൽ വരുന്നൊരു കാര്യമാണ്. ഇതിങ്ങനെ അല്ലായിരുന്നെങ്കിൽ, ഈ സാഹചര്യം ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടെ നല്ലതായിരുന്നു. ഇപ്പം നമ്മൾ തന്നെ സ്വയം ചിന്തിക്കുകയാണ്. ഇപ്പം പല കാര്യങ്ങളും നമുക്ക് ചിന്തിക്കാം. ഞാനിങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ എനിക്ക് അങ്ങനെ ആ ജോലിക്ക് പോയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മറ്റേ ജോലിക്ക് പോയിരുന്നെങ്കിൽ, ഞാൻ കുറച്ചുകൂടെ നേരത്തെ രക്ഷിക്കപ്പെട്ടിരുന്നെങ്കിൽ, അങ്ങനെ ആയിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വേറെ സംഭവിക്കുമായിരുന്നല്ലോ, അങ്ങനെ ആയിരുന്നെങ്കിൽ, ഇങ്ങനെയൊക്കെ. എന്നിട്ട് അല്ലെങ്കിൽ ചില ചിന്ത ഇങ്ങനെ കൂടി ചിലപ്പോൾ നമുക്കങ്ങ് ഭാരം വരും. അയ്യോ, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ, ഇങ്ങനെ അല്ലാതെ വേറെ രീതിയിലായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. അങ്ങനെ നമ്മളങ്ങ് ഭാരപ്പെടുകയാണ്, അങ്ങ് നിരാശപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം എന്താണ് പറയുന്നത്? നമ്മളെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ നിശ്ചയിച്ച് വെച്ചിരിക്കുന്നതാണെന്നൊരു വിശ്വാസിക്ക് അറിയണം. വിശ്വാസി അറിഞ്ഞിരിക്കണം. നമ്മൾ ഓരോരുത്തരും അറിയണം അത്. സങ്കീർത്തനം 139 സങ്കീർത്തനം 139 സങ്കീർത്തനം അതിൻ്റെ 16 വാക്യത്തിൽ നമ്മൾ എന്താണ് വായിക്കുന്നത്? 139 സങ്കീർത്തനത്തിൻ്റെ 16 വാക്യത്തിൽ വായിക്കുന്നു, എനിക്ക് നിർണയിക്കപ്പെട്ടിരിക്കുന്ന ദിനങ്ങളൊക്കെയും അവ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. എനിക്ക് നിർണയിക്കപ്പെട്ടിരിക്കുന്ന ദിനങ്ങളൊക്കെയും അവയുണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അത് ഒരിക്കൽ അതൊരു മെസ്സേജിൽ ഞാൻ കേട്ടിട്ടുള്ള ഇങ്ങനെയാണ്, നമ്മുടെ ഈച്ച് ഡേയ്സ് ആർ ഷെഡ്യൂൾഡ്. കൃത്യമായിട്ട് ഓരോ ദിവസവും ദൈവം ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്നതാണെന്നാണ്. എന്നിട്ട് അത് അറിഞ്ഞ് വിശ്വസിക്കുന്ന ദൈവമക്കൾ നമ്മളിങ്ങനെ ചിന്തിക്കുന്നത് പാപമല്ലേ, അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നുള്ളായിരുന്നു, ഇങ്ങനെ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നോർത്ത് നമ്മൾ ഭാരപ്പെടുന്നത്. പ്രിയമുള്ളവർ, ഇങ്ങനൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ അതിനെയും ദുഷ്ചിന്ത എന്ന് തന്നെ വിളിക്കണം. ദൈവവചനത്തിന് വിരോധമായിട്ട് ദൈവവചനം നമ്മളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന, വിശ്വാസികളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് വിരുദ്ധമായിട്ട് വരുന്നൊരു ചിന്ത വരുമ്പോൾ അതിനെയും പാപമെന്ന് തന്നെ വിളിക്കണം, മാനസാന്തരപ്പെടണം. അങ്ങനെയുള്ള ചില കളങ്കങ്ങൾ നമുക്ക് പറ്റാം. ചെറിയ കളങ്കങ്ങൾ, കറ, ചുളുക്കം, ഇത് നമ്മളെ അയോഗ്യരാക്കും. കർത്താവിൻ്റെ വരവില്ല, അവൻ്റെ കൂടെ ചേരുന്ന, അവൻ്റെ മണവാട്ടിയായിട്ടുള്ള, കാന്തയായിട്ടുള്ള സഭയുടെ ഭാഗമായി തീരാതെ അതിൽ നമ്മളെ അയോഗ്യരായി പോകാതിരിക്കാൻ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ നമുക്ക് മനസ്സാന്തരപ്പെടാം. പ്രിയമുള്ളവരെ, നമ്മുടെ ചിന്തകളെ ദൈവം മുന്നമേ അറിയുന്നു. നമ്മളുടെ ചിന്തകളെ ദൈവം അറിയുന്നു എന്നുള്ളത് നമ്മൾക്കൊരു പ്രത്യാശയാണ്, നമുക്കൊരു ധൈര്യമാണ്. അത് 130 സങ്കീർത്തനത്തിൽ തന്നെ അതുണ്ട്. 139 സങ്കീർത്തനത്തിൻ്റെ 2 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഞാൻ എഴുന്നേൽക്കുന്നതോടെ അറിയുന്നു, അങ്ങ് എൻ്റെ ചിന്തകളെ അകലെ നിന്ന് തന്നെ മനസ്സിലാക്കുന്നു. അത് നമുക്കൊരു വലിയ ധൈര്യമാണ്. കർത്താവ് നമ്മുടെ ചിന്തകളെ അറിയുന്നുണ്ടല്ലോ. കർത്താവ് നമ്മുടെ ചിന്തകളെല്ലാം നേരത്തെ തന്നെ അറിയുന്നു എന്നുള്ളത് നമുക്കൊരു പ്രത്യാശയാണ്. പ്രിയമുള്ളവരെ, അത് നമുക്ക് വലിയ ധൈര്യം തരുന്നതാണ്.
കർത്താവ് നമ്മുടെ ചിന്തകളെ അറിയുന്ന ഒരു ദൈവം എന്ന് മാത്രമല്ല, നമ്മുടെ ചിന്തകളെ കർത്താവ് പരിശോധിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് വലിയ പ്രത്യാശ നൽകുന്ന കാര്യമാണ്. നമുക്കതുകൊണ്ട് ദൈവസന്നിധിയിൽ ചെന്ന് ഏറ്റു പറയാം. നമ്മുടെ ചിന്തകളിൽ നമുക്ക് ദുഷ്ചിന്തകളെന്ന് പറയുമ്പോൾ അശുദ്ധ ചിന്തകൾ മാത്രമല്ല, ദൈവിക ആലോചനകൾക്ക് വിരുദ്ധമായിട്ട്, ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് വരുന്ന എല്ലാ ചിന്തകളെയും ദുഷ്ചിന്ത എന്നുള്ള രീതിയിൽ വിളിച്ചുകൊണ്ട് പൂർണ്ണ വിശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആയുന്നത്. അല്ലാതെ നമ്മൾക്ക് ഈ പ്രകടമായ പാപങ്ങളിൽ നിന്നുള്ള ശുദ്ധീകരണം മാത്രമല്ല, ഒരു കറയുമില്ലാതിരിക്കണമെങ്കിൽ മറഞ്ഞു കിടക്കുന്ന പാവങ്ങൾ, രഹസ്യപാവങ്ങൾ എന്ന് പറഞ്ഞാൽ രഹസ്യമായി നമ്മുടെ ചിന്താമണ്ഡലത്തിലുള്ള പാവങ്ങൾ. കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറഞ്ഞു, 12,000 മുതൽ 60,000 വരെ ചിന്തകളാണ് ഒരു ദിവസം ഒരു മനുഷ്യൻ്റെ ചിന്തയിലൂടെ കടന്നു വരുന്നതെന്ന്. അപ്പോൾ എത്രമാത്രം ഗൗരവമുള്ളവരായിരിക്കണം നമ്മൾ ചിന്താമണ്ഡലത്തിൽ എത്രമാത്രം ആവശ്യമില്ലാത്ത ചിന്തകൾ, നമ്മുടെ ചിന്തകൾ ദൈവികമായ ചിന്തകൾ, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചിന്തകളായിട്ട് മാറട്ടെ. ഇതാണ് നമുക്കുള്ള ഈ കാത്തിരിപ്പിൻ്റെ ഭാഗമായി വരുമ്പോൾ ഉണ്ടാകേണ്ട ഒരു കാര്യം. കർത്താവ് അങ്ങനെ നമ്മൾ സത്യസന്ധരാണെങ്കിൽ അതിൽ കർത്താവ് സന്തോഷിക്കുന്നു എന്നുള്ളൊരു വാക്യം നമ്മൾ വായിക്കുന്നുണ്ട് ദൈവവചനത്തിൽ. കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുമ്പോൾ നാം സത്യസന്ധരാണെങ്കിൽ കർത്താവ് അതിൽ സന്തോഷിക്കുന്നു എന്നൊരു വാക്യം നമ്മൾ 1 ദിനവൃത്താന്തം അതിൻ്റെ 29-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, അങ്ങ് എൻ്റെ ഹൃദയങ്ങളെ അറിയുന്നുവെന്നും പരമാർത്ഥതയിൽ പ്രസാദിക്കുന്നുവെന്നും ഞാൻ അറിയുന്നു. അതെ, നമ്മൾ സത്യസന്ധരാണെങ്കിൽ ദൈവം അതിൽ പ്രസാദിക്കുന്നു എന്നുള്ളത് നമുക്ക് വലിയ ഉത്സാഹം നൽകുന്ന കാര്യമാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കട്ടെ. വീണ്ടും 130-ാം സങ്കീർത്തനത്തിലേക്ക് വരുന്നു. ദാവീദിൻ്റെ സങ്കീർത്തനം, ദാവീദിൻ്റെ പ്രാർത്ഥന അതുതന്നെ ആയിരിക്കട്ടെ നമ്മുടെയും പ്രാർത്ഥന. ഈ അന്ത്യനാളുകളിൽ കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങുമ്പോൾ ഒരു കറയും ഒരു ചുളുക്കമില്ലാത്തവരായിട്ടിരിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ പ്രകടമായ പാവങ്ങളൊന്നും ചെയ്യുന്നില്ല, വിശ്വാസികളാണ് നമ്മൾ. മറ്റു മനുഷ്യരെക്കാളും പലരെക്കാളും വളരെ നല്ല ആളുകളായിട്ട് അങ്ങനെ ഇരുന്നാൽ പോരാ. അതുമാത്രമല്ല, കർത്താവിൻ്റെ വരവെങ്കിൽ അവൻ്റെ കൂടെ ചേരുന്ന അവൻ്റെ കാന്തിയാകുന്ന സഭയുടെ ഭാഗമായിട്ടിരിക്കണമെങ്കിൽ ഒരു കറിയും ഒരു ചുളുക്കമില്ലാതെ ശുദ്ധയും നിഷ്കളങ്കയുമായിരിക്കണം. അതിന് നമ്മളെ തന്നെ ഒരുക്കാം. ഒരുക്കുമ്പോൾ ഒരുക്കുന്നതിനായി നമുക്ക് നമ്മുടെ ഒരു പ്രാർത്ഥന ഇതായിരിക്കട്ടെ. 130-ാം സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു, ദൈവമേ എന്നെ പരിശോധിച്ച് എൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ നിലവുകളെ എന്ന് പറയുമ്പോൾ എൻ്റെ ചിന്തകളെ അറിയണമേ, എൻ്റെ ചിന്തകളെ മനസ്സിലാക്കണമേ, നിലകളെ മനസ്സിലാക്കണമേ. ദോഷത്തിൻ്റെ മാർഗം എന്തെങ്കിലും എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. പ്രിയമുള്ളവരെ, ഗൗരവമുള്ളൊരു കാര്യമായിട്ട് നമ്മളിതിനെ കാണണം. നമ്മൾ വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമായിട്ട് കാണരുത്. കാത്തിരിപ്പെന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ നാൾതോറുമുള്ള നിർമ്മലീകരണം, നാൾതോറുമുള്ള ശുദ്ധീകരണം എന്ന് പറയുമ്പോൾ ആ ശുദ്ധീകരണം, യഥാർത്ഥമായ ശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ നടക്കണം. അത് പ്രകടമായ കാര്യങ്ങളിൽ മാത്രമായി ഒതുങ്ങാതെ നമ്മുടെ ചിന്തയിൽ വരുന്ന ചെറിയ കളങ്കങ്ങളെപ്പോലും തിരിച്ചറിഞ്ഞ് ദൈവസേനയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാം. ഇന്ന് നമ്മൾ രാവിലെ കേട്ടി, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ധൈര്യം. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാത്ത പാപങ്ങളെല്ലാം അവിടെ നിലനിൽക്കും. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന പാപങ്ങളെല്ലാം കർത്താവ് അപ്പോൾ തന്നെ കഴുകി നമ്മളെ ശുദ്ധീകരിക്കും. ആ ശുദ്ധീകരണമാണ് നമുക്ക് വേണ്ടത്. അതേ പ്രിയമുള്ളവരെ, വിശ്വാസത്തോടെ നമുക്ക് ദൈവമുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിക്കാം. വീണ്ടെടുക്കപ്പെട്ട ദൈവജനം നഷ്ടപ്പെട്ടു പോകാൻ വേണ്ടിയല്ല, ഇന്നും നമുക്കിത് കേൾക്കാൻ അവസരം ലഭിക്കുന്നു. വാതിൽ അടഞ്ഞിട്ടില്ല, കർത്താവിൻ്റെ വരവ് താമസിച്ചിരിക്കുന്നു. വാതിൽ അടഞ്ഞിട്ടില്ല, ഇന്നും നമുക്ക് അവസരമുണ്ട്, മാനസാന്തരപ്പെടാനുള്ള അവസരമുണ്ട്. നമുക്ക് ഇന്നും ദൈവം അവസരം നൽകിയിരിക്കുന്നു. നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം ദൈവസന്നിധിയിൽ. നമുക്ക് ആ കാര്യങ്ങളെ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ കേട്ട കാര്യങ്ങൾ നമ്മുടെ ഒരുക്കത്തിന് വേണ്ടി നമ്മളെ വീണ്ടും ഒരുക്കമുള്ളൊരു ജനമാണ്. ആ ഒരുക്കമുള്ള ഒരു ജനത്തെ ഒരുക്കുന്ന ശുശ്രൂഷയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനായിട്ട് നമുക്ക് വീണ്ടും നമ്മളെ തന്നെ സമർപ്പിക്കാം. പ്രിയമുള്ളവരെ, നമുക്ക് ഇന്ന് രാവിലെ മുതൽ കേട്ട കാര്യങ്ങളെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയ്ക്കായിട്ട് എഴുന്നേറ്റ് നിൽക്കാം. അല്പസമയത്ത് നമുക്ക് പ്രാർത്ഥനയിൽ ചിലവഴിക്കാം. ഇന്ന് രാവിലെ മുതൽ നമ്മൾ കേട്ട കാര്യങ്ങളെ നമുക്ക് ഓർക്കാം. രഹസ്യപാപങ്ങൾ വലിയ അപകടമാണെന്ന് നമ്മൾ കേട്ടു. നമ്മെ തന്നെ വിധിക്കുന്നുവെങ്കിൽ നാം വിധിക്കപ്പെടുകയില്ല. അതാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. അതെ, ഞാൻ പറഞ്ഞല്ലേ, നമ്മുടെ ചിന്തയെ നമ്മൾ ശോധന ചെയ്യുന്നുവെങ്കിൽ ദൈവം പരിശോധിക്കുന്നുവെന്ന് അറിഞ്ഞ് നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ തന്നെ ശോധന ചെയ്യണം. നമ്മളെ തന്നെ ശോധന ചെയ്യുന്നുവെങ്കിൽ, നമ്മളെ തന്നെ വിധിക്കുന്നുവെങ്കിൽ നാം വിധിക്കപ്പെടുകയില്ല. ഇന്ന് നമ്മൾ രാവിലെ കേട്ട കാര്യമാണ്. നമുക്കെപ്പോഴും ധൈര്യമായിരിക്കേണ്ട ഒരു കാര്യം അതാണ്.
തുടർന്ന് നമ്മൾ വിക്ടർ പ്രയർന്ന് കേട്ട കാര്യം ഓർക്കാം. വളരെ ആഴത്തിൽ നമ്മൾ ആകുല ചിന്ത, ഏതൊക്കെ തരത്തിലുള്ള ആകുല ചിന്തയെക്കുറിച്ച് നമ്മൾ കേട്ടു. ആവർത്തിച്ച് ദൈവാത്മാവ് പറയുന്നൊരു കാര്യമാണ് വിചാരപ്പെടരുത് എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിലെ ആകുല ചിന്ത എത്രത്തോളമുണ്ട്? അതിനെ ഒരു പാപമായിട്ട്, വ്യഭിചാരം പോലെ ഒരു പാപമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാം. കുറച്ച് മുമ്പ് നമ്മൾ കേട്ടല്ലോ, അനുസരണത്തിലൂടെ കർത്താവ് യേശുക്രിസ്തുവിനെ നാം കണ്ടെത്തണം. അനുസരണത്തിലൂടെ യേശുക്രിസ്തുവിനെ കണ്ടെത്തുക മാത്രമേ ചതിക്കപ്പെടാതെ ഈ അന്ത്യകാലത്ത് നിൽക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ മറ്റൊരു ക്രിസ്തുവിനെ, മറ്റൊരു യേശുവിനെ കണ്ട് അതിൻ്റെ പിന്നാലെ പോയി ചതിക്കപ്പെടുവാനുള്ള ഒരു സാധ്യതയുണ്ട്. യഥാർത്ഥമായുള്ള അനുസരണത്തിലൂടെ, ദൈവവചനത്തിൻ്റെ അനുസരണത്തിലൂടെ, പ്രിയമുള്ളവരെ, ദൈവവചനത്തോടുള്ള നമ്മുടെ സമീപനം തന്നെ മാറേണ്ടിയിരിക്കുന്നു. ദൈവവചനത്തെ നമ്മൾ വിശ്വസിക്കണം. പലപ്പോഴും നമ്മൾ ദൈവവചനം എടുക്കുന്നു, അത് പിടിച്ചോണ്ട് നടക്കുന്നു, ബൈബിൾ എടുത്തോണ്ട് നടക്കുന്നു. പക്ഷേ ആ ദൈവവചനത്തെ അതിൻ്റെ പൂർണ്ണ ഗൗരവത്തോടെ വിശ്വസിച്ച് അനുസരിച്ച് അതിൻ്റെ ഒരു വള്ളി പോലും ഇടാതെ അനുസരണത്തിലേക്ക്, ചെറിയ കാര്യത്തിൽ പോലും ഗൗരവത്തോടെ അനുസരണത്തിലേക്ക് വരുവാൻ നമ്മുടെ ജീവിതത്തെ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാം. തന്നെത്താൻ ശോധന ചെയ്യാം. ഇന്നും കർത്താവ് നമുക്ക് ആ ഒരു അവസരം തന്നിരിക്കുന്നു. വാതിലടഞ്ഞിട്ടില്ല, ഇപ്പോഴും വാതിലടഞ്ഞിട്ടില്ല. കർത്താവ് നമുക്ക് അവസരം തന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് മാനസാന്തരപ്പെടുത്താനുള്ള അവസരമുണ്ട്. നമുക്ക് ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ പകരാം. നമ്മുടെ ജീവിതത്തെ തന്നെ പരിശോധിച്ചുകൊണ്ട്, തന്നെത്താൻ ശോധന ചെയ്തുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. എല്ലാവരുടെ ഹൃദയത്തിലൊരു പ്രാർത്ഥന ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ഈ കോൺഫറൻസ് വെറും ഒരു മീറ്റിംഗ് മാത്രമായി തീരാതിരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലൊരു രൂപാന്തരം ഉണ്ടാകണം. കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു കാര്യത്തിലൊരു മാറ്റം ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മൾ ഒരുക്കമുള്ളവരല്ല എന്ന് തിരിച്ചറിയണം. നമ്മളിലൊരു മാറ്റം വരുന്നില്ല എങ്കിൽ നമുക്ക് ഒരുക്കമില്ല എന്ന് തന്നെ നമ്മൾ സമ്മതിക്കണം. ധാരാളം കേട്ടു, പക്ഷേ ഒരു പ്രവൃത്തി നടക്കുന്നില്ല എങ്കിൽ കർത്താവ് വരും, നാം ഇവിടെ തന്നെ കാണും. ഇത് അപകടമാണ്, ഇതൊരു ചതിയായിട്ട് നമ്മൾ കാണണം. ഇന്ന് രാവിലെ നമ്മൾ കേട്ടല്ലോ, ഒരു കെണി പോലെ അത് വരാതിരിക്കണമെങ്കിൽ നാം ഗൗരവമുള്ളവരായിരിക്കണം. എല്ലാവരുടെയും ഹൃദയത്തിലൊരു പ്രാർത്ഥന ഉണ്ടായിരിക്കട്ടെ. ശാന്തമായിട്ട് അല്പസമയം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥനയിലായിരിക്കാം. വ്യക്തിപരമായിട്ട് മറ്റുള്ളവരെ നോക്കാതെ വ്യക്തിപരമായിട്ട് ദൈവസന്നിധിയിൽ ദൈവത്തോട് മാത്രം ബന്ധമുള്ളവരായിട്ട് ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, പരിശോധിച്ചുകൊണ്ട്, സ്വയം ശോധന ചെയ്തുകൊണ്ട് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ഈ പാൽക്കാലം മുഴുവൻ തന്ന വചനങ്ങൾക്കായിട്ട് സ്തോത്രം. കർത്താവെ, അങ്ങയുടെ വരവിനായിട്ട് ഞങ്ങൾ ഒരുങ്ങുമ്പോൾ, കർത്താവെ, പ്രത്യാശയോടെ അങ്ങേക്കായി കാത്തിരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കേണ്ട നിരന്തരമുള്ള പരിശോധനയും കർത്താവെ ശുദ്ധീകരണത്തിൻ്റെ പ്രവൃത്തിയും നടക്കുവാൻ തൊക്കണം അവിടെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വചനങ്ങൾ കേട്ട് ചതിക്കപ്പെട്ട് പോകാനിടയാകാതെ, കർത്താവെ, വചനത്തിന് മുമ്പാകാതെ സത്യസന്ധതയോടെ സമർപ്പിക്കുവാനും, കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങളെ തന്നെ ശോധന ചെയ്തുകൊണ്ട്, കർത്താവെ, ഞങ്ങളുടെ കുറവുകളെ ഏറ്റുപറഞ്ഞുകൊണ്ട്, കർത്താവെ, അവിടുത്തെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചുകൊണ്ട് ശുദ്ധീകരണത്തോടുകൂടി എപ്പോഴും നിൽക്കുവാൻ ഒരുക്കമുള്ളവരായിട്ട്, ഏത് സമയവും ഒരുക്കമുള്ളവരായിട്ട് നിൽക്കുവാൻ തൊക്കണം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവെ. അവിടുത്തെ ശക്തിയാൽ മാത്രമേ ഞങ്ങൾക്കിതിന് കഴിയുള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവെ, ഞങ്ങളെ ഓരോരുത്തരെയും ഈ രാത്രി, കർത്താവെ, അവിടുത്തെ ആത്മാവിൻ്റെ നിറവിനാൽ, കർത്താവെ, ആ ബോധ്യത്തോടെ, തികഞ്ഞ ബോധ്യത്തോടെ, ഒരുക്കമുള്ളവരാണെന്നുള്ള തികഞ്ഞ ബോധ്യത്തോടെ, തങ്ങളെ തന്നെ ശുദ്ധീകരണത്തോടുകൂടി ഒരു കറയും ഒരു ചുളുക്കവുമില്ലാതെ കാന്തയാണെന്നുള്ള ബോധത്തോടെ നിൽക്കുവാൻ തക്കണം അവിടുന്ന് കർത്താവെ ഒരു പ്രവൃത്തി ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവേ. ഓരോരുത്തരെയും അവിടുന്ന് ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അത് ചെയ്തിരിക്കാൻ സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ മഹത്വം അങ്ങേക്ക് നൽകുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.